Hi, let's discuss some practical problems of equation. And first question that is problem 1. A man sells 7 horses and 8 cows at rupees 2940 and 5 horses and 6 cow at rupees 2150. What is the selling price of each? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ 7 കുതിരകൾ അതുപോലെ 8 പശുക്കൾ ഇതിനെ ഒന്നിച്ച് 2940 റുപ്പീസിന് സെയിൽ ചെയ്തു. അതുപോലെ തന്നെ 5 ഹോഴ്സ് ആൻഡ് 6 കൗ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു? 2150. അങ്ങനെയെങ്കിൽ ഒരു ഹോഴ്സിന്റെ വില എന്ത്, അല്ലെങ്കിൽ ഒരു കൗവിന്റെ വില എന്ത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച്. ഒരു ഹോഴ്സിന്റെയും ഒരു പശുവിന്റെയും വില കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഹോഴ്സിന് ഗിവൺ ദ നെയിം എക്സ്, ഹോഴ്സിന് എക്സ് എന്നും അതിൻ്റെ കൗ ബി വൈ, കൗവിന് എന്തും കൊടുക്കുക? വൈ എന്നും കൊടുക്കുക. ഇനി നമുക്കത് ഇക്വേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. 7 ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7x പ്ലസ് 8 കൗ എന്ന് പറഞ്ഞാൽ 8y, രണ്ടും കൂടി ചേർത്തപ്പോൾ എത്ര രൂപയായി? 2940. അതായത് 7 ഹോഴ്സിന് അതുപോലെ 8 കൗ എല്ലാം കൂടി എത്രയായി? 2940. അതുപോലെ അടുത്തത് 5 ഹോഴ്സ്. 5 ഹോഴ്സ് എന്ന് പറയുമ്പോൾ 5x 6 കൗ എന്ന് പറഞ്ഞാൽ 6y എല്ലാം കൂടി എത്രയായി? 2150. ഇനി നമുക്ക് നമ്മുടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ചെയ്യുന്നത് അറിയാലോ. ഒന്നുകിൽ എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് വി multiply the first equation by 5 and the second equation by 7. അപ്പോൾ നമുക്ക് 35x plus 40y equal to 14,700 കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35x plus 42y equal to 15,050 കിട്ടും. ഇനി ഇത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 35x എന്ന് 35x പോയ 0, 40y എന്ന് 42y പോയാൽ -2y, ദെൻ 14,700 15,050 മൈനസ് ചെയ്താൽ -350. സോ 2y equal to 350. y equal to 350 by 2 that is 175. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹോഴ്സിൻ്റെ വില കിട്ടി. ഇനി നമുക്ക് ഹോഴ്സിൻ്റെ വില 175. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹോഴ്സിൻ്റെ വില. അപ്പോൾ 7x plus 80 into 175 that is equal to 2940. ഹോഴ്സ് അല്ല, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗവാണ്. അപ്പോൾ കൗവിൻ്റെ വിലയാണ് നമുക്ക് കിട്ടിയത് 175. ഇനി നമുക്ക് ഹോഴ്സിൻ്റെ വില അതായത് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എക്സ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ 7x equal to 2940 minus 1400. 7x equal to 1540. x equal to 1080 divided by 7 that is 220. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു y that is cow, price of cow 175 and x that is price of sales value of horse that is 220. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഹോഴ്സ് 220, then and സെല്ലിംഗ് പ്രൈസ് ഓഫ് കൗ that is 175. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം കൂടി നോക്കാം. A is 6 times as old as B. 15 years hence A will be 3 times old as B. Find the ages of A and B. ഇത് എയുടെ ഏജ് എന്താണ്? ബിയുടെ ഏജിനേക്കാൾ 6 ടൈംസ് ആണ്, 6 ഇരട്ടിയാണ്. ബി എന്ന വ്യക്തിയേക്കാൾ 6 ഇരട്ടി ഏജ് കൂടുതലാണ് ആർക്ക്? എക്ക്. 15 years hence 15 വർഷത്തിന് ശേഷം എന്താണ്? എ വിൽ ബി 3 times old as ബി. 15 വർഷം കഴിഞ്ഞപ്പോൾ ബിയേക്കാൾ എത്ര ഇരട്ടി ഏജ് ആയി എക്ക്? ബിയേക്കാളും 3 ഇരട്ടി ഏജ് ആയി. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഏജ് എത്രയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഏജ് ഓഫ് ബി എന്തായിട്ട് എടുക്കാം? എക്സ്. അപ്പോൾ ഏജ് ഓഫ് എ എന്തായിരിക്കും? ഈ ബിയുടെ ഏജിനേക്കാൾ 6 ഇരട്ടി കൂടുതലാണ് എയുടെ ഏജ്. അപ്പോൾ 6x വരും. ഇനി ആഫ്റ്റർ 15 years 15 വർഷം കഴിഞ്ഞ എയുടെ ഏജ് എന്തായി മാറും? എ എന്ന് പറഞ്ഞാൽ എന്താണ്? 6x ആണ്. അപ്പോൾ ഈ 6xനോട് വീണ്ടും 15 വർഷം കഴിഞ്ഞ് എത്ര വയസ്സ് കൂടും? 15 വയസ്സ് കൂടും. അതുപോലെ ബിയുടെ ഏജ് ഇപ്പം എന്താണ്? എക്സ് ആണ്. 15 വർഷം കഴിഞ്ഞാൽ വീണ്ടും 15 വയസ്സ് കൂടും. സോ x plus 15. അതിനുശേഷം അപ്പോൾ ഒന്നുകൂടി പറയാം, ബിക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു ഏജിന്. അതുപോലെ തന്നെ എയുടെ ഏജ് എന്താണ്? ഈ ബിയുടെ ഏജിനേക്കാൾ 6 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ 6x വരും. 15 വർഷം കഴിയുമ്പോൾ ഓരോരുത്തരുടെ ഏജ് എന്താവും? ബിക്ക് ഈ എക്സിനോട് കൂടി 15 വയസ്സ് വീണ്ടും കൂടും. അതുപോലെ എക്ക് ഇതിനോട് കൂടി വീണ്ടും 15 വയസ്സ് കൂടും. അപ്പോൾ അതാണ് ഇത്. ആഫ്റ്റർ 15 years എന്താണ് പറഞ്ഞത്? നമുക്കൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. 15 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ബിയുടെ ഏജിനേക്കാൾ 3 ഇരട്ടിയാകും ആരുടെ ഏജ്? എയുടെ ഏജ്. അപ്പോൾ നമുക്ക് നോക്കാം.
6 പ്ലസ് 15 അതാണ് ഇപ്പോൾ എയുടെ ഏജ്. അതിനേക്കാൾ എത്ര കൂടുന്ന പറഞ്ഞത്? 3 ഇരട്ടിയാകുന്ന പറഞ്ഞത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 15. അത് 15 വർഷം കഴിഞ്ഞ ബിയുടെ ഏജ് എന്തായി മാറും? എയുടെ ഏജിനേക്കാളും 3 ഇരട്ടി കൂടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ തന്ന കാര്യത്തിന് നമുക്കൊരു ഇക്വേഷനിലേക്ക് എഴുതുകയാണ് ചെയ്തത്. ഒന്നുകൂടി പറയാം. ഇപ്പം നമ്മുടെ 15 വർഷം കഴിഞ്ഞാൽ എയുടെ ഏജ് എന്താണ്? 6x പ്ലസ് 15. അത് എന്തിന് തുല്യമാണ്? ബിയുടെ ഏജിനേക്കാളും 3 ഇരട്ടി കൂടുതലാണ്. ബിയുടെ ഏജ് എന്താണ്? എക്സ് പ്ലസ് 15 ആണ് 15 വർഷം കഴിഞ്ഞാൽ. അതിൻ്റെ എത്ര ഇരട്ടിയാവും എന്ന് പറഞ്ഞത്? 3 ഇരട്ടി. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 15. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 6x പ്ലസ് 15 ഈക്വൽ ടു ഇത് ബ്രാക്കറ്റ് എന്ന് റിമൂവ് ചെയ്യുമ്പോൾ 3x plus 3 into 15 45. So 3x equal to 30. X equal to 30 by 3 that is equal to 10. X എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബിയുടെ ഏജ്. എയുടെ ഏജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 10 that is 60. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഏജ് ബിയുടേത് 10. ബിയുടെ 10 ആണെങ്കിൽ അതിൻ്റെ 6 ഇരട്ടി കൂടുതലാണ് എയുടെ ഏജ്. ദാറ്റ് ഈസ് 60. ഇനി 15 വർഷം കഴിയുമ്പോൾ എന്ത് വയസ്സാവും നമ്മുടെ ബിക്ക്? 15 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ 10 വയസ്സാണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ 25 വയസ്സ്. എക്ക് എത്ര വയസ്സാവും 15 വർഷം കഴിയുമ്പോൾ? 60നോട് കൂടി 15 കൂട്ടിയാൽ 75. അപ്പോൾ 25ഉം 75ഉം അപ്പം 3 ഇരട്ടി. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് ഏജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് 2 ഹോംവർക്കും കൂടി തരാം. എ ഗ്രോസർ മിക്സസ് tea at rupees 40 per kilogram with tea at rupees 50 per kilogram to make 30 kilogram to be sold at 45 per kg. What are the quantities of each kind in the mixture? ഒരു ഗ്രോസർ, ഒരു കടക്കാരൻ എന്ത് ചെയ്തു? ചായപ്പൊടിയുടെ ഒരു മിക്സ് ഉണ്ടാക്കി. എങ്ങനെയാണ് ആ ചായപ്പൊടിയുടെ മിക്സ് ഉണ്ടാക്കിയത്? മിക്സസ് ദ ടീ അറ്റ് റുപ്പീസ് 40 പെർ കിലോഗ്രാം. കിലോഗ്രാമിന് 40 റുപ്പീസ് വരുന്ന ടീയും അതുപോലെ തന്നെ കിലോഗ്രാമിന് 50 പെർ കിലോഗ്രാം വരുന്ന ടീ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു. 40 പെർ കിലോഗ്രാമിൻ്റെയും 50 40 രൂപ വരുന്ന ടീയും 50 രൂപ വില വരുന്ന ടീയും കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് എന്തുണ്ടാക്കി? ടു മേക്ക് 30 കിലോഗ്രാം. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 30 കിലോഗ്രാം ഉണ്ടാക്കി. എന്നിട്ട് സെയിൽ ചെയ്തത് എത്ര രൂപയ്ക്കാണ്? 45 പെർ കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് കൈൻഡ് ഇൻ ദ മിക്സ്ചർ? ഈ 30 കിലോഗ്രാമിൽ 40 രൂപ വില വരുന്ന എത്ര ടീ ഉണ്ട്? 50 രൂപ വില വരുന്ന എത്ര കിലോഗ്രാം ഉണ്ട്? അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ 30 കിലോഗ്രാം ഉണ്ടാക്കിയത്. എന്നിട്ട് സെയിൽ ചെയ്തത് 45 പെർ കെ ജിക്കാണ്. അപ്പോൾ ഈ 30 കിലോഗ്രാമിൽ എത്ര 40 പെർ കിലോഗ്രാമിൻ്റെതുണ്ട്, എത്ര 50 പെർ കിലോഗ്രാമിൻ്റെ ടീ ഉണ്ട്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 years ago, the ages of father was 4 times of his son. 10 വർഷം മുമ്പ് ഫാദറിൻ്റെ ഏജ് മകൻ്റെ ഏജിനേക്കാൾ 4 ഇരട്ടിയായിരുന്നു. ആൻഡ് 10 years hence, the age of the father will be twice that of his son. 10 വർഷത്തിന് ശേഷം മകൻ്റെ പ്രായത്തേക്കാൾ 2 ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം. വാട്ട് ആർ ദി പ്രസൻറ്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് ദി സൺ? അങ്ങനെയാണെങ്കിൽ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും പ്രസൻറ്റ് ഏജ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഈ രണ്ടെണ്ണം ഇതുപോലെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക.